സൗന്ദര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന സൗന്ദര്യം അത് അറിയണമെങ്കിൽ മജ്നു പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകൊണ്ട് എന്റെ ലൈലയെ നോക്കിയാൽ നിങ്ങൾക്ക് സൗന്ദര്യം തോന്നില്ല, പക്ഷെ എന്റെ കണ്ണെടുത്തിട്ട് നിങ്ങളുടെ കണ്ണിൽ വെക്കും, എന്നിട്ട് നോക്ക്, അപ്പൊ എന്റെ ലൈലയ്ക്ക് എത്ര സൗന്ദര്യം. എല്ലാവരും ലൈല കറുപ്പാണ് 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 എന്ന് പറഞ്ഞപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ കാവ്യമായി മാറിയ ലൈല മജ്നു എന്തിനേറെ നട്ടുച്ച നേരത്ത് ചുട്ടുപഴുത്ത് കിടക്കുന്ന ലൈലയുടെ കൊട്ടാരത്തിന്റെ കരിങ്കലിൽ, ഇറാഖ് നഗരത്തിലെ ചുട്ടുപഴുത്ത് കിടക്കുന്ന കരിങ്കലിലെ മജ്നു പോയി ചുംബിക്കുമായിരുന്നു. ആളുകൾ ചോദിച്ചത് എന്തിനാ മജ്നു ഇങ്ങനെ ചുംബിക്കുന്നതെന്ന് ചോദിച്ചപ്പോ, അത് മാത്രമല്ല, ലൈലയുടെ കൊട്ടാരത്തിന്റെ വളപ്പിലൂടെ ഇറങ്ങി വരുന്ന നായ്ക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് ആ നായ്ക്കുട്ടിയുടെ നാവിനെ പോലും ചുംബിച്ചെടുത്ത് മജ്നുവിന്. ആളുകൾ ചോദിച്ചു, മജ്നു നീ എന്തിനായി ലൈലയുടെ നായെ ചുംബിക്കുന്നതെന്ന് ചോദിക്കുമ്പോ, وما حب الديار سقفنا قلبي ولكن حب من سكن الديار. ഈ ലൈലയോടുള്ള പ്രേമം കാരണത്താൽ ആ ലൈലയുടെ നാട്ടിലൂടെ നടന്നു വരുന്ന നായക്കുട്ടിയെ പോലും ചുംബനം കൊടുത്ത മജ്നൂന്, ആ മജ്നൂനോട് ആരോ പറഞ്ഞു, പത്ര മജ്നൂനെ നിന്റെ ലൈലയ്ക്ക് കറുപ്പല്ലേ എന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് മജ്നൂൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, യഖൂലു ലൈല അസ്വദുൻ ഹബശിയ ലൗലാ സവാദുൽ മിസ്കി വമാ കാന ആലിയാ. എല്ലാവരും പറയുകയാണ് എന്റെ ലൈലയ്ക്ക് കറുപ്പാണ് കറുപ്പാണ് കറുപ്പാണെന്ന്. ഏറ്റവും വിലപിടിപ്പുള്ള മിസ്കിന് കറുപ്പല്ലയോ, ഏറ്റവും വിലപിടിപ്പുള്ള മിസ്കിന് കറുപ്പല്ലയോ എന്ന് മജ്നു പറഞ്ഞ കാവ്യസകലത്തിന്റെ ചുവട് പിടിപ്പിച്ചിട്ട് ഞാൻ പറയുകയാ, ഏറ്റവും വിലപിടിപ്പുള്ള മിസ്കിനും കറുപ്പാണെങ്കിൽ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള നിറം അത് കറുപ്പാണ് കറുപ്പാണ് കറുപ്പാണെന്ന് ലോകത്തോട് പറയാമെന്ന ലോകം കണ്ട ഏറ്റവും വലിയ കറുപ്പിന്റെ സൗന്ദര്യമേ സയ്യിദുനാ ബിലാൽ, സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. പ്രവാചക അനുരാഗത്തിന്റെ പ്രതീകമായ മാതൃക ലോകത്ത് സമ്മാനിച്ച ബിലാലിന്റെ ജീവിതവും ബിലാലിന്റെ വഫാത്തും ബിലാലിന്റെ മഹ്ശറയും ബിലാലിന്റെ സ്വർഗവും റളിയല്ലാഹു തആല അൻഹു. അത് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. നിങ്ങൾ നന്നായിട്ടൊന്ന് സഹകരിക്കണമെന്ന് മാത്രം അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ ഉറക്കെ. എനിക്ക് താഴെ നിൽക്കണമാണ് ഇഷ്ടം, ആളുകളുമായിട്ട് വലിയ ഡിസ്റ്റൻസ് വരും. ഇത്രയോ പൊക്കത്ത് നിന്ന അവസരമുണ്ട്, ആളുകളായിട്ട് ഒരു ഇത് കിട്ടില്ല. എന്നെ സംബന്ധിച്ചോളം എനിക്ക് മുമ്പിരിക്കുന്ന ആളുകളായിട്ട് നന്നായിട്ട് അങ്ങ് ഇടപഴകി എന്ന് സംസാരിക്കുക, എന്നാലേ വളർന്നു വരും. അതായത് അൽഹംദുലില്ലാഹ് വളരെ നല്ല ഒരു സൗകര്യമാണ് സംഘാടകർ ഒരിക്കലും വർഗമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല പെട്ടെന്ന് നമുക്ക് സംസാരിക്കാം. എനിക്ക് നാളെ രാവിലെ എനിക്ക് കുവൈറ്റിന് പോകാനുള്ളത്, അതിന്റെ ഇടയിൽ ഈ ലൈറ്റ് ഞാൻ മാറ്റാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. ചെയ്ത ഇന്നലെ മസ്കറ്റിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. വീണ്ടും ഇവിടെ നിന്ന് യാത്ര കഴിഞ്ഞ് തിരിച്ച് രാവിലെ കൊല്ലത്തെത്തണം, ഓളം തിരിച്ച് ഇന്ന് കുവൈറ്റിനുണ്ട്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ആളുകൾ പറഞ്ഞു, ഉസ്താദ് മസ്കറ്റിലാണ്, ഇന്ന് വരൂല്ല എന്നൊക്കെ ധാരാളം ആളുകൾ പറഞ്ഞു. മെസ്സേജൊക്കെ അയച്ചത് ഉസ്താദ് മസ്കറ്റിലാണ്, വെറുതെ ഒരു അച്ചടിച്ചത്. ശരിയാണ്, ഞാൻ മസ്കറ്റിലാണ്, പക്ഷെ നിങ്ങളെ വന്നേ ഈ നാളെ കുവൈറ്റിലാണ്. ഇങ്ങനെയാണ് സാറ്റലൈറ്റ് കറാമത്തുമാരി ഇങ്ങനെ നടക്കണം. അല്ലാഹു അലൈഹി ഓഫാവും ഇങ്ങനെ മണ്ടിപ്പാഞ്ഞ് നടക്കാണ്. നിങ്ങളുടെ ഭാഷ പറഞ്ഞു വെള്ളം തരും എവിടെ ഇരിക്കുന്നത്, അവിടെ ഒന്നും വെച്ചാൽ നടക്കത്തില്ല. ഇവിടെ ഈ സൈഡിലോട്ട് കൊണ്ടുപോകും, ഒരു ചെറിയ ടേബിളിലോട്ട് കൊണ്ടെടുത്തു. ഞാൻ ബസ്സെന്ന് ബസ്സിലേക്ക് കിടക്കും. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ പ്രസംഗം നന്നാവില്ല. സലാത്ത് ആമീൻ എനിക്ക് നിർബന്ധമാണ് ഉറക്കെ. അല്ല ഉസ്താദ് ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിങ്ങളാണ് അതിന്റെ ഉത്തരവാദിത്വം. മൈക്ക് കൊള്ളാം, സ്റ്റേജ് കൊള്ളാം, ഇനി കൊള്ളാവേണ്ട ആരേ ഉള്ളൂ. മൈക്ക് കൊള്ളാൻ കുഴപ്പമില്ല, ശൈഖുന ഹുന 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 എന്ന് കേൾക്കും. പിന്നെ സ്റ്റേജും കൊള്ളാം, വളരെ നല്ല സ്റ്റേജ്.
സ്റ്റേജിൽ ഇരിക്കുന്ന ആളുകൾ എന്നുള്ള ഈ താടി കണ്ട ഒരു വിദേശം ചിഹ്നം കൊണ്ടുവരും. ഈ പ്രദേശത്തേക്ക് വരില്ല, അത്രയ്ക്ക് വലിയ താടിയല്ല. പിന്നെ താടി കഴിഞ്ഞ് അടുത്തിരിക്കണ രണ്ടുപേര് സോണിയാഗാന്ധിയുടെ ബ്ലാക്ക് ആയിട്ട് മാറി, അത് കണ്ടാലും വരും. അപ്പൊ നന്നാവാൻ ആരേ ഉള്ളൂ? ഓഡിയൻസുകൾ. ഓഡിയൻസുകൾ നന്നായാലോ? ഇപ്പൊ ആമീൻ പറയണം, സലാം